അങ്ങനെ പിറ്റേ ദിവസമായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലാണ്. ഇവിടെ വള്ളക്കാർ വരും, അതായത് വള്ളത്തിൽ ചെറിയ വള്ളമില്ല, 2 പേര് പോണ വള്ളം, അതിൽ മീനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ അവിടെ ആ സൈഡിൽ കാണിച്ചു തരാട്ടാ ഞാൻ. അപ്പോൾ എവിടെ പോയാലും ഇവിടെ മീനാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഉറക്കം ശരിയാവാത്ത കാരണം കൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് അത്ര ഒരു എനർജി തോന്നുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ദിവ്യയുടെ വീടിൻ്റെ അടുത്താണ്. അതായത് മുനക്കൽ മുനമ്പം ഹാർബർ, അതേപോലെ അഴീക്കോട് ബീച്ച്, ആ ഒരു സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൻ്റെ സൈഡ് നമുക്ക് ജീവനോടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പുലർച്ചെ 3 മണിയോട് കൂടിയിട്ടെങ്കിലും ഇറങ്ങണം. കാരണം നമ്മുടെ ദിവ്യയുടെ അച്ഛൻ ഒരു ഫിഷർമാനാണ്. അപ്പോൾ ആള് പുലർച്ചെ 3 മണിയാകുമ്പോഴേക്കും ആളുടെ ജോലിക്ക് ഇറങ്ങും. സോ വൈകുന്നേരമൊക്കെ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു 11 മണിക്ക് ശേഷം നമ്മൾ കടലിൻ്റെ സൈഡിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല. വെറും നിശബ്ദമായി കിടക്കുന്ന ഒരു കടൽ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഞാനിവിടെ പറഞ്ഞത് ഇത് എനിക്ക് പറഞ്ഞു തരണം, അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ഉന്തി വിട്ടതാ, ഒന്ന് വീഴാനാണ് അത് കൊട്ടത്തേങ്ങ ചവിട്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത് ചെറിയ വഞ്ചി. പിന്നെ ആ കാണുന്നതാണ് എന്ത്, മൂടുവെട്ടിയ പറയാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഞ്ചിയുടെ ഷേപ്പ് കണ്ടോ, അത് ഈ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂട്ടിൽ കണ്ട വെട്ടി വെച്ചേക്ക അവര്, അത് കാരണം കൊണ്ടാണ് അതിനെ മൂടുവെട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി കരക്കി നിൽക്കാന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അത്ര. അതായത് എന്താടി 5 പേര് അല്ലെങ്കിൽ 6 പേരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ മൂടുവെട്ടിൽ പോകാനായിട്ട് വരുന്നവർ. പക്ഷെ അതിൽ ചിലപ്പോൾ 4 പേര് 5 പേർക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ കരക്കി നിൽക്കും. അതിനവർ കരക്കി നിൽക്കൽ എന്നാണ് പറയുക. അപ്പോൾ ആ വഞ്ചി വരുന്ന സമയത്ത് അതിനെ കയറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർ കേട്ടോ. പക്ഷെ അവരും വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, അവർക്കും അതിൻ്റെതായ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാത്തത്. അത് ഷിഫ്റ്റ് പോലെ ചേഞ്ച് ചെയ്തു. കരക്ക് നിൽക്കുന്നവര് നാളെ കടലിൽ പോവും. ഇന്ന് കടലിൽ പോണ ആൾക്കാർ 2 പേര് നമ്മളും തള്ളി കൊടുക്കേണ്ടി വരും. ഓ, അതൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ശരിക്കും, അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തള്ളാൻ പറ്റും. ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചു, ചേട്ടാ വീഡിയോ എടുത്തോട്ടെ, അവർക്കത് അപ്പൊ ഇന്ന് പോലെ വീഡിയോ എടുക്കാനാ വീഡിയോ പിന്നെ ഇതിൽ കൂടെയാണ് ഇവര് ഇതിനെ കയറ്റി കൊണ്ടുവരാം. ഓക്കെ, അവിടെ മടലുകളുണ്ട്. അയ്യോ, ഇവൻ ഈ വെള്ളത്തിൽ കൂടെ പോളെ. ഓക്കെ, നമുക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് പോയി നോക്കണം. ഇതിൽ കൂടെ ഐശ്വന്റെ മുഖം നോക്കി ഇല്ല, അവരിങ്ങനെ വല ഇട്ട് പോയിട്ടുണ്ടാവും, വള്ളക്കാരും വഞ്ചിക്കാരും. വല ഐഡന്റിഫൈ ചെയ്യണ്ടേ, അതിനുവേണ്ടി വലയിലിങ്ങനെ വട്ടെന്നാണ് അതിനെ പറയാ. ഒരു സാധനം ഉണ്ടാവും ഓറഞ്ച് പച്ചൊക്കെ കളറിൽ, അതൊക്കെ വലയുടെ ഇടയിലിടും. അപ്പൊ അതിങ്ങനെ പൊന്തി കിടക്കും. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഓ, അതുമുണ്ട്. അപ്പൊ ഇതിനൊക്കെ കുറെ അർത്ഥങ്ങളുണ്ടല്ലേ. ബോയ എന്ന് പറയുന്ന ഒരു വഞ്ചി അല്ലെങ്കിൽ ബോട്ടോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് തെർമോക്കോളാണ്. അതിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ഷീറ്റ് അടിച്ചിട്ടാണ് അവരതിൽ പോകുന്നത്. ഇത് എനിക്ക് കണ്ടിട്ട് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ, കടലിനുള്ളിൽ ഈ ജസ്റ്റ് തെർമോക്കോള് വെച്ചിട്ടാണ് അവർ പോയോണ്ടിരിക്കുന്നത്. വല മാടി വയ്ക്കാന്നാണ് കേട്ടോ ഈ ചെയ്യുന്നതിന് പറയുന്നത്. അതായത് അവർ വലയിട്ട് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേത്തെ ദിവസം അവർക്ക് പോകുമ്പോൾ വലയിൽ കുരുക്കുകളൊന്നും ഇല്ലാതെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബോട്ടുകൾ കയറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ മുകളിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഓയിൽ അടിച്ചിട്ട് പോയി, കാരണം സ്മൂത്തായിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഭയങ്കര ഹെൽപ്പിംഗ് ആണ് കേട്ടോ. മീൻസ് അവർക്ക് മനസ്സിലായി നമ്മളിത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എന്നുള്ളത്. അപ്പം എന്നെ കൊണ്ട് ബോട്ട് തള്ളിക്കാനും അതേപോലെ ഇപ്പം വലയുടെയൊക്കെ വീഡിയോസ് എടുക്കാനും ഒക്കെ ഇവർ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ശരിക്കും ഒരു സഹകരണത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കേട്ടോ. ഇവരുടെ ബോട്ടൊന്നും ആവണമെന്നില്ല, ബാക്കിയുള്ളവരുടെ ബോട്ടാവാം. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ചിട്ടാണ് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി പോയതാണ് എന്നുണ്ടെങ്കിലും സഹായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെരുപ്പൊക്കെ ഊരിപ്പോയിട്ടോ.
അതിനുശേഷം അവരെന്നെ നോക്കുകയാണ് എവിടെയാണ് സഹായിക്കാൻ വന്ന ആള് എന്നുള്ളത്. പിന്നെ അവർ വീണ്ടും ബോട്ട് നിർത്തി. ഞാൻ ചപ്പലൊക്കെ കടലിൽ നിന്ന് വാരി പുറത്തൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ അവർ വീണ്ടും എന്നെ കൊണ്ട് ബോട്ട് ഉന്തിച്ച് കയറ്റാണ് ഉണ്ടായത്. ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ഈ കാണുന്നതാണ് കൂട് കൃഷി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇതിനുള്ളിൽ ഈ ചീനവലയിൽ നിന്ന് കിട്ടുന്ന മീനും അതേപോലെ കുഞ്ഞു മീനുകളൊക്കെ ഇട്ടിട്ട് വളർത്തും. അപ്പോൾ ശരിക്കും പുഴയിൽ വളരുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ജീവനോടെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രത്യേക തരം വൈബ് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇവളുടെ ഒപ്പം വന്നപ്പോഴാണ് ഇവരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. മുമ്പ് നമ്മൾ ചുമ്മാ അങ്ങനെ വന്ന് ചീനവല വന്ന് കണ്ടു പോകുന്നു, ഇവിടെ കുറച്ച് തെറ്റി കെട്ടിയിട്ടുണ്ട്, ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓരോ കൊടിക്കും പിന്നെ അതേപോലെ ഓരോ സംഭവങ്ങൾക്കൊക്കെ. അപ്പോൾ അതിൽ മീനുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ാണെന്ന് പറഞ്ഞു ഒരെണ്ണത്തിനും ഒന്നും കാണാൻ താല്പര്യമില്ലാതാ പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എനിക്ക് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണിത് കാണാൻ. കണ്ടോ അടി എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് കടൽ കഴിഞ്ഞു. കടൽ കഴിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു പാലം പോലെയാണ് ഉള്ളത്. അതിന് ഇവർ പറയുന്നത് പുൽമുട്ട് എന്നാണ് കേട്ടോ. ഇവിടെ നിറച്ച് അത് സയന്റിഫിക് ആയിട്ടുണ്ടല്ലോ, മറ്റേ വാട്ടർ ബ്രേക്ക് ചെയ്ത് കടൽ ഭിത്തി കെട്ടുന്നതിന്റെ ഒരു സാധനമാണ് ഈ പുൽമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ സാധനം ഇട്ടത് അവിടെ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് അത്രക്ക് നടക്കാൻ പറ്റും. ഓക്കെ. ആ അവിടെ ചേട്ടന്മാർ ചൂണ്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇവൻ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് ചൂണ്ട് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചൂണ്ടിട്ടില്ലല്ലോ. താഴേക്ക് നോക്ക്, പരന്ന കല്ലുകളാണ്. ശ്രദ്ധിച്ച് കയറിയ ഒരപകടവും ഇല്ലാതെ സുഖമായിട്ട് ഇവിടെ എത്താം. ഇല്ലെങ്കിൽ അപകടത്തിൽ പെട്ട് നമ്മളിവിടെ കെടുക്കും. അപ്പൊ ഗൈസ് ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അയ്യോ കണ്ട, ഇത്ര താഴത്തുനിന്നാണ് ഞാൻ ഇതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. കണ്ട അവിടെ നിന്ന് നടന്നു വന്നത് കടലാണ്. ഇപ്പറയും ഞാൻ കണ്ടു ഡോൾഫിൻ ചാടും. ആ ഡോൾഫിനെ ഞാൻ കണ്ടു ഗൈസ്. നിങ്ങൾ കണ്ട? ഞാൻ കണ്ടു. ചാടണ് ഞാൻ കണ്ടു. ഇവിടെ മൺമണ്ടയാളെ അതെ ഇത് അവിടെയൊക്കെ ചാടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ അറ്റം വരെ എത്തിയിട്ടോ. കണ്ടോ ഇവിടെ എല്ലാവരും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കിട്ടുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ ഡോൾഫിൻ ചാടി പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് അത്ര ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. കൂന്തലാണ് ഗൈസ്. അപ്പൊ നമ്മള് കണ്ടോ ഇത് കൂന്തല്. ഓക്കെ, അപ്പൊ അതെ ഞങ്ങള് ഇവിടെയാണ് ചീനവല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുനിക്കൽ ബീച്ചിലെ ചീനവലയാണ്. ഇതില് കണമ്പ് അല്ലേ, കണമ്പുണ്ട്. കണ്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഫ്രഷ് മീനാണ്. ഐസ് പോലും ഇടാത്ത മീനാണ് കേട്ടോ. പിന്നെ ഇവര് ചീനവല പൊക്കാനായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടപ്പോൾ നമ്മുടെ പണ്ടത്തെ ഹോണ്ടയുടെ ബൈക്കൊക്കെ വെച്ചിട്ട് അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അവര് പൊക്കി വീണ്ടും താഴ്ത്തി. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കണേ. അതായത് എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും മലയുടെ ഒരു സൈഡായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവിടെയും മീൻ, എല്ലാവിടെയും എന്ന് വെച്ചാൽ എവിടെ തിരിഞ്ഞാലും മീൻ. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ആ മീനിന് അധികം വാല്യൂ ഒന്നും ഇല്ല, മീൻസ് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ഇന്നലെ പോയെടുത്ത് അവർ ഇപ്പം നമ്മൾ ചെല്ലാണ് ഞങ്ങൾക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവറിലാക്കി അവർ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ തരും അത്രേ. അപ്പം അങ്ങനെയാണ് അവർക്ക് മീൻ ഒന്നുമില്ല അവർക്ക്. അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ട്രിപ്പ് കുറേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഇനിയുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പച്ചമീൻ വാങ്ങിച്ചിട്ട് നമ്മുടെ ദിവ്യയുടെ വീട്ടിൽ പോയിട്ട് അമ്മ നമുക്ക് നല്ല മുളക് കയറി കപ്പ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയോണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ വീണ്ടും ദിവ്യയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ തന്നെ അതാ പപ്പക്കായ മുറിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ നന്നായി കഴിക്കുന്നുണ്ട്.
പപ്പക്കായ. നിങ്ങൾ എന്നിട്ട് പറയാ? നിങ്ങൾ എന്നിട്ട് പറയാ? നീ എറണാകുളം ഭാഗമല്ലേ? പപ്പായ. പിന്നെ കൊപ്പക്കായ ഉണ്ട്. കൊപ്പക്കായ. ആ എന്റെ വീടിന്റെ അവിടെയൊക്കെ കൊപ്പക്കായ. അത് കളഞ്ഞത് അതൊക്കെ മേത്തോടിയും പോയി. അപ്പതാ നമ്മുടെ ദിവ്യക്കുട്ടി ചോറൂറ്റുന്നു. ഞാൻ എന്താ കപ്പ ശരിയാക്കുന്നു. ഈ മടിച്ച് വെറുതെ ഇരിക്കുന്നു. അവിടെ നമ്മുടെ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞേ, വിറകുപരയില് വെച്ചിട്ടാണ് നമ്മൾ. ഇത് വിറകുപരയല്ല, ഇതെന്തിനാ പറയാ, ചെറിയൊരു അടുപ്പ്, കുഞ്ഞടുക്കള. പുറത്തത്തെ ഒരു കുഞ്ഞടുക്കളയാണ് കേട്ടോ. ആ മൂളിൽ കിടക്കുന്ന പായില് അത് ഇവിടുത്തെ അമ്മ, മീൻസ് ദിവ്യയുടെ അമ്മ നെയ്ത് എടുത്തതാണ് കേട്ടോ. നല്ല രസല്ലേ? അപ്പൊ നമുക്ക് അടുപ്പിന് കുറച്ച് ഇത് കിട്ടിയത് ചിപ്പിക്കുട്ടിയെ ഗൈസ്. അപ്പൊ അതെ നമ്മള് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ സബോളയൊക്കെ ഇട്ടു. അയ്യോ, ഞങ്ങൾ പറയായിരുന്നു കുഞ്ഞു കുട്ടികൾ മറ്റേ ചോറും കുഞ്ഞു കുട്ടികൾ ചോറും കറിയും വെക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നുണ്ട്. കണ്ട, കണ്ണിൽ പുക പോകുന്നുണ്ട്, അത് പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഈ ഒരു പരിപാടി പോയി കറിവേപ്പില പൊട്ടിച്ചിട്ട് എവിടെയാ കറിവേപ്പില? ഓക്കെ, ഞാനൊന്ന് വേപ്പില പൊട്ടിക്കാൻ പോയ ഗ്യാപ്പില് ഇവളിപ്പോ എന്തൊക്കെ ഇട്ടേ ഇതില്? ഉപ്പിട്ടു, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ദിവ്യ ഞാൻ ഒരു കുക്കാന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല പുക വരുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ഇതില് കൊടംപുളി, വെള്ളം, സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഏത് സ്റ്റൈല് മുളകിട്ട കറിയാടി? അത് ചോദിക്കാൻ പാടില്ല അല്ലേ? തഴപ്പായ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളഞ്ഞ് ഉണക്കി നമ്മളിത് ഉണ്ടാക്കും. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് കുറേ കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുകയിൽ നമ്മളിത് കെട്ടിത്തൂക്കിയിടണേ. അപ്പോൾ അത് കുറച്ചും കൂടി കാലം നിലനിൽക്കും. അല്ലാന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് ദ്രവിച്ചു പോവും. അതെ, എനിക്ക് വെച്ചിരിക്കുന്ന നല്ല മീനാണ്. കാരണം നമ്മുടെ ദിവ്യയുടെ അച്ഛൻ ഫിഷർമാൻ ആയ കാരണം കൊണ്ട് തന്നെ നല്ല ഐസ് ഇടാത്ത ഫ്രഷ് മീനായിരിക്കും ഇവർ യൂസ് ചെയ്യുക. അപ്പം മത്തി ഇട്ടു നമുക്ക് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഓക്കെ, അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല. അതിങ്ങനെ വെറുതെ അമക്കി വെക്കുക, അല്ലെങ്കിൽ ചട്ടി വെച്ച് ഇളക്കുക, അങ്ങനെയാണ് പറയുന്നത്. യെസ്, വളച്ചിട്ടിട്ട് ഉണക്കും. ഉണങ്ങി കഴിയുമ്പോ വീണ്ടും നമ്മ അതിനെ ഒഴിഞ്ഞിട്ട് വളക്കും. എന്നിട്ടാണ് ഫ്ലെക്സിബിൾ ആവാം. എന്നിട്ട് അത് കീറും. കീറി പള്ളി പോലെ ആക്കിയിട്ട് നെയ്യും. മനസ്സിലായി. അപ്പൊ ആ പാട്ട് വന്നിട്ടില്ലേ, കൈതോല പായ വിരിച്ച്, ആ കൈതയാണ് ഇത്. ആ ഓലപ്പായാണ് നമ്മളവിടെ കണ്ടത്. ഞങ്ങള് മൂന്നാളും കൂടി പുറത്തൊരു ചാളക്കറി ഉണ്ടാക്കിയപ്പോഴേക്കും അമ്മ അടുക്കളയിൽ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി, പിന്നെ മീൻ വറുക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ആൾക്ക് ക്യാമറയുടെ മുൻപിൽ വരാനായിട്ട് ചെറിയൊരു ചമ്മലുള്ള കാരണം കൊണ്ട് ഞങ്ങളെല്ലാം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ. ഒരു 80-85% അമ്മ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ദിവ്യ ഉണ്ടായിരുന്നു കൂട്ടിന്, പിന്നെ കുറച്ച് ഞാനും, പിന്നെ നമ്മുടെ മരിച്ചയായ ഐശും, എല്ലാവരും കൂടി എന്തായാലും ഉള്ള കറികളെല്ലാം സെറ്റാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇട്ടിരിക്കുകയാണ്. ഈ പായ അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ കറികൾ എല്ലാം സുലഭമായി ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വായിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിൽ നിന്നൊക്കെ കട്ട് തിന്നു, അത് വേറെ കാര്യം. അതല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കഴിക്കാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടൽ ഭാഗത്തുള്ളവർക്ക് ഫിഷ് കറി വയ്ക്കാനും അതേപോലെ മലമ്പ്രദേശത്തുള്ളവർക്ക് ഈ ഇറച്ചിയുടെ കറികളൊക്കെ വെക്കാനായിട്ട് ഭയങ്കര കൈപുണ്യമായിരിക്കും എന്നുള്ളത് സംഭവം സത്യം തന്നെയാണ് കേട്ടോ. നമ്മളിടുന്ന പല ചേരുവകളും ഇവരിടുന്നില്ല, പക്ഷെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു പ്രത്യേക
ആ ഒരു എന്താ പറയുക കൈപുണ്യം അവർക്ക് അതിനുണ്ട് കേട്ടോ. ഞാൻ ഈ ആർത്തി പിടിച്ച് തിന്നുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഇനി ഇതിൻ്റെ ടേസ്റ്റ് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2 ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോയത് എന്നുള്ളത് എനിക്കറിയില്ല. അത്രമാത്രം ഞാൻ എന്താ പറയുക ഭയങ്കരമാകുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ 2 ദിവസം. ഇത് കഴിയുന്നതോടുകൂടി മുത്തുണ്ണി എന്നെ കൊണ്ടുവരാനായിട്ട് വരും. വീട്ടിലേക്ക് പോകാറായി. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. കാരണം 2 ദിവസം ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കായിരുന്നല്ലോ. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.